മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില മിസ് ആണ്. ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട് എന്ന് മിസ് വിശ്വസിക്കുകയാണ്. എന്തായാലും നമ്മുടെ ബേസിക് സയൻസിൽ നിന്ന് ഒരു മാർക്ക് പോലും എന്റെ മക്കൾക്ക് കുറയാൻ പാടില്ല. അപ്പൊ ബേസിക് സയൻസ് കെമിസ്ട്രിയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് എന്റെ കയ്യിലുള്ളത്. 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് ആണ് കേട്ടോ. അപ്പോ മക്കളെ, ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടു എന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് അധികം ലാഗ് അടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് മിസ് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും ബുക്കും പേനയും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ചോദ്യം നോക്കിക്കേ. അയൺ ഇസ് എ മെറ്റൽ വിച്ച് കൊറോഡ്സ് ഫാസ്റ്റ്. വളരെ വേഗത്തിൽ നാശത്തിന് വിധേയമാകുന്ന ഒരു മെറ്റൽ ആണ് ഇരുമ്പ് എന്ന് പറയുന്നത്. What are the factors that favors the corrosion of iron? ഇരുമ്പിന്റെ നാശനത്തിന് വിധേയമാക്കാൻ സഹായിക്കുന്ന 2 ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് പറയാം അല്ലെ. എന്നാലും ഏറ്റവും കൂടുതൽ ഇത് സഹായിക്കുന്ന 2 ആൾക്കാരുണ്ട്. ഒന്ന് എയർ അല്ലെ, ഓക്സിജൻ അല്ലെങ്കിൽ എയർ, വായു. രണ്ടാരാ? മോയിസ്ചർ അല്ലെ, മോയിസ്ചർ അല്ലെങ്കിൽ ജലാംശമുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി മക്കൾ, ഇവര് മാത്രമാണോ? അല്ല, സോൾട്ടിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ലവണത്തിന്റെ സാന്നിധ്യം. പിന്നെ ആരാ? ഇത് മാത്രമേ ഉള്ളൂ? അല്ല, ആസിഡിന്റെ പ്രസൻസ് അല്ലെ, ആസിഡ് വരുന്നു. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പ് വേഗത്തിൽ കൊറോഡ് ചെയ്യും, വേഗത്തിൽ നാശനത്തിന് വിധേയമാകും എന്ന് നമുക്ക് പറയാം. ഇനി നോക്കിക്കേ. ഇൻ കോസ്റ്റൽ റീജിയൻസ് കോപ്പർ നെയിൽസ് ആർ പ്രിഫേർഡ് ടു അയൺ നെയിൽസ്. വൈ? തീരപ്രദേശങ്ങളിൽ നമ്മൾ ചെമ്പ് കമ്പികളാണ് ഉപയോഗിക്കാറുള്ളത് ഇരുമ്പാണികൾക്ക് പകരം. എന്തായിരിക്കും കാരണം? നമുക്കറിയാം മക്കളെ, തീരപ്രദേശം അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ എയറിൽ എന്താ? നിങ്ങൾ കടൽ തീരത്ത് പോകാറുണ്ടല്ലേ? അപ്പൊ ആ ഒരു കാറ്റ് നമ്മുടെ മേത്തടിക്കുമ്പോൾ തന്നെ നമ്മുടെ മേലൊക്കെ ഇങ്ങനെ ഒരു നനവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ഉപ്പ് രുചി അനുഭവപ്പെടാറുണ്ട് അല്ലെ? അപ്പൊ തീരപ്രദേശത്തേക്ക് വരുമ്പോൾ, നമ്മുടെ കോസ്റ്റൽ റീജിയൻസിലേക്ക് വരുമ്പോൾ അവിടെയുള്ള സോൾട്ടിന്റെ കണ്ടന്റ് കൂടുതലാണ് അല്ലെ, സോൾട്ടിന്റെ കണ്ടന്റ് കൂടുതലാണ്. അതേപോലെ മോയിസ്ചർ കണ്ടന്റും കൂടുതലാണ്. ലവണത്തിന്റെ സാന്നിധ്യവും ജലാംശത്തിന്റെ സാന്നിധ്യവും കൂടുതലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മുടെ അയൺ ഈസി ആയിട്ട് കൊറോഡ് ചെയ്യല്ലേ, ഇരുമ്പ് വേഗത്തിൽ നശിച്ചു പോകും. അതുകൊണ്ടാണ് അയൺ നെയിൽസിന് പകരം നമ്മൾ കോപ്പർ നെയിൽസ് പ്രിഫർ ചെയ്യുന്നത്. കാരണം കോപ്പർ നെയിൽസ് ആണെങ്കിൽ അത്ര വേഗത്തിൽ നശിച്ചു പോകില്ല. അപ്പൊ തീരപ്രദേശങ്ങളിൽ കോസ്റ്റൽ റീജിയൻസിൽ സോൾട്ടിന്റെയും മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് ഇവർ അയണിന് വേഗത്തിൽ കൊറോഷൻ സംഭവിക്കും. ടു പ്രിവെന്റ് ദാറ്റ്, അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർ നെയിൽസ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, can you suggest some measures to prevent the corrosion of iron? ഇരുമ്പിന്റെ നാശനം തടയാൻ എപ്പോഴും 2 മെത്തേഡെങ്കിലും മിനിമം ചോദിക്കാറുണ്ട്. എന്തൊക്കെ പറയാം? നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ജനാലകൾക്കൊക്കെ പെയിന്റ് അടിക്കും. എന്തിനു വേണ്ടിയിട്ടാ? കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ. അപ്പൊ പെയിന്റ് അടിക്ക, ചായം പൂശ, പിന്നെ എന്താ? ഓയിലിംഗ് അല്ലെ, എണ്ണ തൂത്ത് വെക്കാം അല്ലെ, എണ്ണ പുരട്ടാം. അപ്പൊ എണ്ണ പുരട്ടുന്നതും അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്നതും ഒക്കെ വഴി നമുക്ക് കൊറോഷൻ അല്ലെങ്കിൽ നാശനം തടയുവാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ പെയിന്റ് അടിച്ച് വെക്കുമ്പോ ഇരുമ്പ് എയറുമായിട്ടൊന്നും കോണ്ടാക്റ്റിൽ വരുന്നില്ല അല്ലെ, ഈ പറഞ്ഞ മോയ്സ്ചർ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ല. അപ്പം നമ്മുടെ കൊറോഷൻ സംഭവിക്കുന്നില്ല. അപ്പൊ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പെയിന്റിങ്ങും ഓയിലിങ്ങും ഒക്കെ നമ്മളെ സഹായിക്കും. വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വേറെ മെത്തേഡ്സ് ഒക്കെ പഠിച്ചോളൂ കേട്ടോ. സെറ്റ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ടാമറിൻ ഡസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലൂമിനിയം വെസൽസ്. അലൂമിനിയം പാത്രത്തിൽ പുളി സൂക്ഷിക്കാറില്ല. ചിലപ്പോൾ ബട്ടർ മിൽക്ക് എന്നാ തരാ, ചിലപ്പോൾ മോര് സൂക്ഷിക്കാറില്ല എന്നാ പറയാ. എല്ലാത്തിനും ഒരേ റീസണാ. എന്താ കാരണം? നമ്മുടെ ബട്ടർ മിൽക്ക് ആയിക്കോട്ടെ, ടാമറിന്റെ ആയിക്കോട്ടെ, ഇതിലൊക്കെ ആസിഡ് ഉണ്ട് അല്ലെ. മോര്, പുളി ഇതൊക്കെ എടുത്താല് ഇതിലൊക്കെ ആസിഡ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോൾട്ടും അതേപോലെ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറും അല്ലെ. ഒരു ആസിഡ് ലോഹവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അവിടെ ലവണവും ഹൈഡ്രജൻ വാതകവുമായിട്ട് മാറും അല്ലെ. അപ്പൊ ഈ ലവണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് നല്ലതാണോ? നല്ലതല്ല. അപ്പൊ നമ്മുടെ ഫുഡ് നാശായി പോകും, നശിച്ചു പോകും. അതേപോലെ തന്നെ ഫുഡിന് ഒരു ഫോൾ ടേസ്റ്റ്, ഒരു മോശമായിട്ടുള്ള രുചിയൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ അലൂമിനിയം പാത്രത്തിൽ സൂക്ഷിക്കാൻ പാടില്ല. നാരങ്ങ വെള്ളം പാടില്ല അല്ലെ, പുളി പാടില്ല, മോര് പാടില്ല. ഇതൊന്നും നമ്മൾ ഒരിക്കലും അലൂമിനിയം പാത്രത്തിൽ സൂക്ഷിക്കാൻ പാടില്ല. സെറ്റ്. അടുത്തത്, ഇരുമ്പ് ഉപകരണങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണ പുരട്ടും, ഓയിൽ ചെയ്യാറുണ്ട് അയൺ ആർട്ടിക്കിൾസിൽ. എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ടു പ്രിവെന്റ് കൊറോഷൻ അല്ലെ,
ലോഹനാശനം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈവ്സ് ഇൻസ്റ്റെഡ് ഓഫ് അയൺ നൈവ്സ് ആർ പ്രിഫേർഡ് ഇൻ കട്ടിംഗ് സിട്രസ് ഫ്രൂട്ട്സ്. നാരങ്ങ മുറിക്കാൻ ഇരുമ്പ് കത്തിക്ക് പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തികളാണ്. എന്താ റീസൺ? വേഗം പറഞ്ഞു. ആ നാരങ്ങയിൽ ആരുണ്ട്? സിട്രിക് ആസിഡ് ഉണ്ട് അല്ലെ, ആസിഡ് ഉണ്ട്. അപ്പൊ ഇരുമ്പ് കത്തിയാണെങ്കിൽ ഈ ആസിഡും ഇരുമ്പുമായിട്ട് പ്രവർത്തിച്ച് സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറിപ്പോകും. അപ്പൊ നമ്മുടെ ഇരുമ്പ് വേഗത്തിൽ തുരുമ്പിച്ച് നശിച്ചു പോകും. അപ്പൊ ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ ഒരിക്കലും റിയാക്ട് ചെയ്യില്ല. അവനൊരു അലോയ് ആണ്, ലോഹസങ്കരമാണ്, അവൻ റിയാക്ട് ചെയ്യൂല. ഓക്കെ ആണോ മക്കളെ? അപ്പൊ ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോ എത്തിക്കണം. അപ്പൊ അങ്ങനെ അങ്ങ് പോവരുത്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം മക്കളെ. അതായത് ചില മെറ്റൽസിനെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കാറുണ്ട്. ഓക്കെ, കെറോസിനിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ഈ കെറോസിനിൽ സൂക്ഷിക്കുന്നത് ആരാണെന്ന് എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ കമന്റ് ചെയ്യുമ്പോൾ മിസ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട്, ആ ഹാർട്ട് ഏതാ അതും കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ലൈവിൽ കാണാം. എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, കൂടെ ഉണ്ടടാ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമ്മൾ ഫുൾ മാർക്ക് മേടിച്ചിരിക്കും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.